വയറുവേദനയായിട്ടേ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പരിശോധിച്ചു, ബ്ലഡ് ടെസ്റ്റും മൂത്രത്തിൻ്റെ ടെസ്റ്റും എഴുതി കൊടുത്തു, വയറിൻ്റെ സ്കാനിങ് എഴുതി കൊടുത്തു. ഓക്കെ, അപ്പോൾ ആളുകൾ വിചാരിച്ച എന്താണ്, ഈ ബ്ലഡ് ടെസ്റ്റിലും യൂറിൻ ടെസ്റ്റിലും സ്കാനിങ്ങിലും എന്താണ് രോഗം എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ റിപ്പോർട്ട് മാത്രം ഈ ബ്ലഡ് ടെസ്റ്റും രക്തത്തിൻ്റെ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, മൂത്രത്തിൻ്റെ ടെസ്റ്റും ഈ സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് ആയിരുന്നു, വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് കൂടി ഇത് മൂന്നും കണ്ടാൽ വേറെ ഡോക്ടർക്ക് അതിൽ ഡയഗ്നോസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പരിശോധിച്ച ഡോക്ടർ അപ്പൻഡിസൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്, വയറുവേദനയായിട്ട് പോയത് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർ എന്ത് ചെയ്തു, ജസ്റ്റ് മരുന്ന് എഴുതി കൊടുത്തു, പിന്നെ സ്കാനിങ്ങും ഈ ടെസ്റ്റ് എഴുതി കൊടുത്തു. റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്കും ഡോക്ടർ പോയി. ഡോക്ടറിന് അടുത്ത ദിവസമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്ടർക്കാണ് റിപ്പോർട്ട് അയച്ചു കൊടുക്കാൻ അവൈലബിൾ അല്ല ആ ഡോക്ടർ. ഞാനാണെങ്കിൽ പിന്നെ വാട്സാപ്പ് നമ്പർ കൊടുക്കും, എനിക്ക് റിപ്പോർട്ട് അയച്ചു തരാൻ ഞാൻ പറയും. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അടുത്ത ദിവസം പോകേണ്ടി വരും. കാത്തിരിക്കാൻ ക്ഷമയില്ല. ഈ റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്തു, എനിക്ക് അയച്ചു തരാൻ. ഞാൻ ആ രോഗീനെ കണ്ടിട്ടില്ല. ഡോക്ടർ ഇത് നോക്കിയിട്ട് അപ്പൻഡിക്സ് ഉണ്ടോയെന്ന് പറയുന്നു പറഞ്ഞു. അതിലെന്തില്ല, അപ്പൻഡിസൈറ്റിസ് എന്ന് കൊടുത്തിട്ടില്ല, നോർമൽ സ്റ്റഡി ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നോർമൽ സ്റ്റഡി ആണ് എന്ന് പറഞ്ഞു. അത് അപ്പൻഡിസൈറ്റിസ് ആകാം. എല്ലാ അപ്പൻഡിസൈറ്റിസും സ്കാനിങ്ങിൽ കിട്ടിക്കോളുന്നില്ല. ചിലപ്പോൾ പ്രോബ് ടെൻഡർനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസും കൂടിയാണ്. ചിലപ്പോൾ CT സ്കാനിങ് എടുക്കേണ്ടി വരും. സോ ഒരു ഡോക്ടർക്ക്, എസ്പെഷ്യലി സർജന്, ഒരു ജനറൽ സർജൻ കണ്ടിട്ട് ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ കണ്ടിട്ട് അവർ എക്സാമിൻ ചെയ്യുമല്ലോ. ഓക്കെ, അവർ പരിശോധിച്ചിട്ടുണ്ടാവും. അതും കൂടി വെച്ചിട്ട് സ്കാനിങ് നോർമൽ ആണെങ്കിലും ആ ഡോക്ടർക്ക് ഇത് അപ്പൻഡിക്സ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫർദർ ടെസ്റ്റുകൾ അവർ ചെയ്യും, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയഗ്നോസ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഡോക്ടറുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാൻ റിസൾട്ടിനെ മാത്രം വിശ്വസിക്കാതിരിക്കുക, സ്കാൻ റിസൾട്ട് മാത്രം നമ്പരുത്. ഓക്കെ, അപ്പോൾ ആ സ്കാൻ റിസൾട്ട് മാത്രം ഡോക്ടർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലോ ഈ രോഗിനെ കാണാത്ത ഡോക്ടർക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റൂല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക. താങ്ക് യു.